ഹേ ഗായ്സ്, അപ്പം നമ്മളിതാ രാവിലെ തന്നെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ബർദുബായ് അമ്പലത്തിലേക്ക്. നമ്മൾ ഈ ദേരേന്ന് ബർദുബായിലേക്ക് അബ്ര വഴിയാണ് കേട്ടോ പോവാറ്. നമ്മൾ പൊതുവേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോവാറ്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ ഒരു 7 മണി 7:30 ആ ടൈമിലാണ് പോയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അബ്ര കാലിയായിരുന്നു. അതുപോലെ തന്നെ ഈ ബോട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്ര കുറച്ച് പേരും ആ ബോട്ടിൽ കയറിയത്. അത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബ്രയിലുള്ള ഈ ബോട്ട് യാത്രയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ ബർദുബായിലെത്തി. അവിടെ ഗ്രാൻഡ് സൂക്കൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുമൊക്കെ എല്ലാം പൂട്ടിയിട്ടുണ്ടായത്. ആകെ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുറച്ച് പൂജാ സ്റ്റോർ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അവിടെ നമ്മളിങ്ങനെ പൂജക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഇത് കണ്ടില്ലേ, അവിടെ അമ്പലത്തിന് ചുറ്റുമുള്ള കുറേ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ച കേട്ടോ, നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അവിടെ നമുക്ക് തുളസി, അതുപോലെ നമുക്ക് കുറേ കറ്റാർ വാഴ, കൂർക്കൽ, അങ്ങനെ എല്ലാം അത്യാവശ്യം ചെടികളൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. ഇതാണ് ബർദുബായ് ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മുടെ നാട്ടിലെ അമ്പലമായിട്ട് യാതൊരു സാമ്യമില്ല. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിൽ പൂജകളും വഴിപാടുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ മുകളിൽ പോയി അമ്പലത്തിൽ കയറി. പിന്നെ അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അല്ല അവിടെ അല്ല, അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് മടങ്ങുവാണ്. ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സമാധാനമായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ പോയൊരു ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ പോകുന്ന സമയത്ത് ഞാൻ അവിടെ കുറേ ചെടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ച ചെടികളാണ് കേട്ടോ. വാഴയൊക്കെ ഉണ്ട്, കണ്ടില്ലേ, വാഴയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങി വീട്ടിലൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.